ആട് എന്ന വാക്ക് ഗ്രീക്കിൽ പ്രൊബട്ടോൺ എന്നാണ് പറയുന്നത്. എബ്രായ ഭാഷയിൽ സോൺ എന്നും പറയും. ബൈബിളിൽ ആടിനെ കുറിക്കുവാൻ 12 എബ്രായ പദങ്ങളും 4 ഗ്രീക്ക് പദങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. ആടിനെക്കുറിച്ച് 500ഓളം പരാമർശങ്ങളുമുണ്ട്. ആട്ടിൻകൂട്ടത്തിൽ കോലാടുകളും ചെമ്മരിയാടുകളുമുണ്ട്. രൂപത്തിൽ വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് കോലാടുകളെയും ചെമ്മരിയാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതിന് സൂക്ഷ്മ പരിശോധന ആവശ്യമാണ്. പലസ്തീനിൽ ധാരാളമായി കാണപ്പെടുന്നത് തടിച്ച വാലുള്ള ഒരിനം ആടാണ്. ഇവയുടെ വാലിന് 5 കിലോഗ്രാം വരെ തൂക്കം കാണും. ഒട്ടകത്തിൻ്റെ മുഴ പോലുള്ള ഒരു സംഭരണാവയവം ആണിത്. വ്യത്യസ്ത നിറങ്ങളിലുള്ള ചെമ്മരിയാടുകളും കോലാടുകളുമുണ്ട്. ആടിൻ്റെ പ്രധാന ഭക്ഷണം പുല്ലാണ്. ആടിൻ്റെ പൂർവികൻ കാട്ടാടാണ്. മാംസത്തിനും കൊഴുപ്പിനും വേണ്ടിയായിരുന്നു ആദ്യകാലത്ത് ആടുകളെ വളർത്തിയിരുന്നത്. ആട്ടുകൊറ്റൻ്റെ തോല് ഊറയ്ക്കിട്ട് വസ്ത്രം, സമാഗമന കൂടാരത്തിൻ്റെ അകത്തെ മറശ്ശീല എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 25:5. ആടിൻ്റെ കൊമ്പ് തൈലക്കുപ്പി, സംഗീതോപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു. 1 ശമൂവേൽ 16:1, യോശുവ 6:4. പ്രാചീന കാലത്ത് വളർത്തിയിരുന്ന ആടുകളുടെ എണ്ണം അമ്പരിപ്പിക്കുന്നതാണ്. മോവാബ് രാജാവായ മേശ ഇസ്രായേൽ രാജാവിന് കപ്പമായി കൊടുത്തിരുന്നത് 2 ലക്ഷം ആടുകളുടെ രോമമായിരുന്നു. 2 രാജാക്കന്മാർ 3:4 രൂബേന്യർ ഇസ്രായേൽ സന്തതികളുടെ 2,50,000 ആടിനെയാണ് പിടിച്ചുകൊണ്ടുപോയത്. 1 ദിനവൃത്താന്തം 5:21. ദൈവാലയ പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിൽ 1,20,000 ആടിനെ ശലോമോൻ സമാധാനയാഗമായി അർപ്പിച്ചു. 1 രാജാക്കന്മാർ 8:63. ആടുമേയ്പ്പ് മാന്യമായ ഒരു തൊഴിലായി കരുതപ്പെട്ടിരുന്നു. ദാവീദ് രാജാവും ആമോസ് പ്രവാചകനും ആട്ടിടയന്മാരായിരുന്നു. ആടുകൾ ഇടയന്മാരുടെ ശബ്ദം തിരിച്ചറിയുന്നു. യോഹന്നാൻ 10:3-4. പുതിയ നിയമത്തിൽ വാച്യാർത്ഥത്തിൽ ആടുകളെക്കുറിച്ചുള്ള ഒരേയൊരു പ്രസ്താവന ദൈവാലയത്തിൽ ആടുകളെ വിൽക്കുന്നതിനെക്കുറിച്ചുള്ളതാണ്. യോഹന്നാൻ 2:14. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നതിൻ്റെ വിശദീകരണമാണ് പുതിയ നിയമം. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. 1 പത്രോസ് 1:19. വെളിപ്പാട് പുസ്തകം 13:8. മശീഹയുടെ വാഴ്ചയിൽ ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കുമെന്ന് യെശയ്യാവ് 11:6 നമ്മൾ വായിക്കുന്നുണ്ട്.